ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്നോവയിലൂടെയും ക്വാളിസിലൂടെയും ഇന്ത്യൻ കുടുംബങ്ങളുടെ വിശ്വസ്ത ബ്രാൻഡായി മാറിയ ടൊയോട്ട തങ്ങളുടെ ആദ്യ ഇലക്ട്രിക് എസ്യുവിയായ അർബൻ ക്രൂയിസർ ഇബെല്ല ഉടൻ വിപണിയിലിറക്കാൻ പോകുന്നു. അത്യാധുനിക സവിശേഷതകളുമായി ഇ വി സെഗ്മെന്റിലേക്ക് ഈ വാഹനം ചുവടുവെക്കുന്നത്. മാരുതി സുസുക്കി തങ്ങളുടെ ആദ്യ ഇലക്ട്രിക് കാറായ ഇ വിറ്റാര അവതരിപ്പിച്ചതിനു തൊട്ടു പിന്നാലെയാണ് ടൊയോട്ടയും ഇന്ത്യൻ മാർക്കറ്റിൽ തങ്ങളുടെ ഇലക്ട്രിക് കരുത്തു തെളിയിക്കാൻ ഒരുങ്ങുന്നത്. ടൊയോട്ടയും സുസുക്കിയും തമ്മിലുള്ള ആഗോള സഖ്യത്തിന്റെ ഭാഗമായി വികസിപ്പിച്ച ഹാർടെക്സ്റ്റ് ഇ സ്കേറ്റ്ബോർഡ് ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് ഇബെല്ലയും നിർമ്മിക്കുന്നത്. അർബൻ ക്രൂയിസർ ഇബെല്ലയും ഗുജറാത്തിലെ സുസുക്കി പ്ലാന്റിലാണ് നിർമ്മിക്കുന്നത്. വെറും 45 മിനിറ്റിനുള്ളിൽ ബാറ്ററി 100 മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ സാധിക്കും. ദീർഘദൂര യാത്രകൾക്കിടയിൽ ചാർജിങ്ങിനായി ചെലവഴിക്കേണ്ടി വരുന്ന സമയം ലാഭിക്കാൻ ഇത് സഹായിക്കും. മികച്ച യാത്രാനുഭവം സമ്മാനിക്കുന്നതിനായി ലോകോത്തര നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യകളും സവിശേഷതകളുമാണ് ഇലക്ട്രിക് എസ്യുവിയിൽ ടൊയോട്ട ഒരുക്കിയിരിക്കുന്നത്. പനോരമിക് സൺറൂഫ്, 10.1 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം എന്നിവ ഇതിലുണ്ട്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയ്ക്ക് പുറമെ പ്രീമിയം JBL സൗണ്ട് സിസ്റ്റവും ഈ ഇലക്ട്രിക് എക്സ്യുവിക്ക് ആഡംബര പരിവേഷം നൽകുന്നു. ബാറ്ററി സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാം ടൊയോട്ടയും നടപ്പാക്കുകയാണെങ്കിൽ ഇബെല്ലയുടെ പ്രാരംഭ വില 11 ലക്ഷം രൂപ വരെയായി താഴാൻ സാധ്യതയുണ്ട്. നിലവിൽ രാജ്യത്തുടനീളമുള്ള ടൊയോട്ട ഷോറൂമുകളിൽ ഇബെല്ലയുടെ ബുക്കിംഗ് തകൃതിയായി നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രമുഖ ടെക് കമ്പനിയായ ഗൂഗിൾ പിക്സൽ 11 സീരീസ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഓഗസ്റ്റിൽ പുറത്തിറങ്ങുന്ന പുതിയ ലൈനപ്പിൽ നിരവധി മോഡലുകളും ഹൈ എൻഡ് ഫീച്ചറുകളുമാണ് പ്രതീക്ഷിക്കുന്നത്. പിക്സൽ 11 സീരീസ് ലൈനപ്പിന് കീഴിൽ പിക്സൽ 11, പിക്സൽ 11 പ്രോ, പിക്സൽ 11 പ്രോ എക്സൽ, പിക്സൽ 11 പ്രോ ഫോൾഡ് എന്നിവ ഉൾപ്പെട്ടേക്കാം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പിക്സൽ 11 സീരീസ് ഓഗസ്റ്റിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഓഗസ്റ്റ് 17-നും ഓഗസ്റ്റ് 25-നും ഇടയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. തുടർന്നുള്ള 2 ആഴ്ചയ്ക്കുള്ളിൽ ഫോൺ വിൽപ്പനയ്ക്കെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. സെപ്റ്റംബർ അവസാനമോ ഒക്ടോബർ ആദ്യമോ ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാകും. 16 GB വരെ റാമുള്ള ഈ ഫോണിൽ 1 TB വരെ സ്റ്റോറേജ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗും ഈ ഫോണിൽ പ്രതീക്ഷിക്കുന്നു. ക്യാമറ വിഭാഗത്തിൽ മെച്ചപ്പെട്ട ലോ ലൈറ്റ് ശേഷിയുള്ള 50 മെഗാപിക്സൽ പ്രധാന സെൻസർ, 48 മെഗാപിക്സൽ അൾട്രാ വൈഡ് സെൻസർ, 100x ഹൈബ്രിഡ് സൂമിൻ ഉൾപ്പെടെ ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണം ഈ ഫോണിൽ ഉണ്ടായിരിക്കാം. അടിസ്ഥാന 256 GB വേരിയന്റിന് 1,03,999 രൂപ മുതൽ 1,11,999 രൂപ വരെ വില വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.